ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 4th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഓട്ടനെ കാണിക്കുന്നത് ഇതിൽ നമ്മുടെ കേക്ക് ആനിവേഴ്സറി കേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ഇതാ ഹസ്ബൻഡും കൂടെ ഈവനിങ് ആയപ്പോൾ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫീസിൽ നിന്ന്. അപ്പോൾ നമുക്ക് അടിപൊളി കേക്ക് എത്തിച്ച് തന്നത് ധർമ്മശാലക്ക് നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കേക്ക് ദി ലൈറ്റ്സ് എന്നിട്ടാണ് കേട്ടോ പേര് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാമാണ് കേക്ക് ദി ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ നമുക്കവർ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റും. ഹോം മെയ്ഡ് കേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേക്ക്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ തോന്നുന്നത് വെച്ചാൽ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. ഇവിടെ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത് അപേക്ഷിച്ചിട്ട് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത കേക്ക്. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഇത് 1 kg ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 600 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ആണെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവരുടെ മറ്റ് കേക്ക്സൊക്കെ പരിചയപ്പെടുത്താം. മാംഗോ ഫോറസ്റ്റ് കേക്ക്, അതുപോലെ മാംഗോ ട്രഫിൾ കേക്ക്, ചോക്ലേറ്റ്, അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റ്, അപ്പോൾ അതുപോലെ തന്നെ സ്പൈഡർമാൻ തീം കേക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ബാർബി ഡോളിൻ്റെ കേക്ക്, അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, ഇതിനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പൊതുവേ നമ്മൾ മേടിക്കുന്നതിനൊന്നും റേറ്റ് കുറവാണ് കേട്ടോ ഇതൊക്കെ വെച്ച് നോക്കുമ്പം. പിന്നെ ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ഉണ്ട്, കിവി കേക്കിനൊക്കെ റേറ്റ് പൊതുവേ കുറവാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാകും കിവി കേക്കിനൊക്കെ. ഇവിടെ കുറച്ച് കുറവാണ് കേട്ടോ. റെയിൻബോ കേക്ക്, ചോക്ലേറ്റ്, കാർ കേക്ക്, ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല കേക്ക് അല്ലേ? അപ്പോൾ ധൻഷു ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവന് ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വലുതായിട്ട് കഴിക്കാനൊന്നും അത്ര ഇഷ്ടമല്ല, എന്നാലും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ടു യു കുമ്മാവിൻ്റെ ഹാപ്പി ടു യു പിറന്നാളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേക്ക് കണ്ടപ്പോൾ തൊട്ടേ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ കാറ്റലോഗ് നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയാം എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വേണ്ട, ഇതേ മോഡലിൽ തന്നെ എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇത് ചെയ്ത് തന്നിട്ടോ വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് ഹോം ഡെലിവറി ഉണ്ട്. നമ്മൾ എന്താ പറയുക, അതൊരു ടെൻഷനും ഇല്ലല്ലോ, അതുകൊണ്ട് ഹോം ഡെലിവറി ഒക്കെ ഉള്ളപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആകാശ് ഇവിടെ ഇല്ല, ആകാശ് ജോലി സ്ഥലത്താണ്. അപ്പോൾ അവന് വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇതുണ്ടോ നമ്മൾ മുറിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. വീഡിയോ ആണല്ലേ എന്നാണ് കേട്ടോ എല്ലാവരും സൂക്ഷിച്ച് നോക്കുന്നത്. ധൻഷു ബേബി ഭയങ്കര സൂക്ഷ്മമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതിന് ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് ഇവിടെ കൊണ്ടുവച്ചപ്പോൾ തൊട്ടേ വരുന്നവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഹാപ്പി ടു യു ആണെന്ന് പറഞ്ഞിട്ട് കേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഉണ്ടായത്. പക്ഷേ അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര ഇഷ്ടമല്ല. ഞാനും ഈ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കഴിച്ചത്. കാരണം എനിക്ക് പനിയായിരുന്നു കേട്ടോ, തലേ ദിവസം തൊട്ടേ പനിയായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ പനിക്ക്. ഈ ആനിവേഴ്സറിക്ക് ഭയങ്കരമായിട്ട് പ്ലാനൊക്കെ ചെയ്തതുകൊണ്ട് ഒന്നും നടന്നില്ല എന്ന് തന്നെ അറിയാം. കാരണം ഞാൻ കേക്കൊക്കെ ഞാൻ തന്നെ ഓർഡർ ചെയ്തത് പുറത്ത് കൊണ്ടുപോയിട്ട് മുറിക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ആഘോഷം ഫുഡ് എല്ലാം പുറത്തുനിന്ന് തന്നെ ആക്കാമെന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. കറക്റ്റ് തലേ ദിവസം പനി വന്നു കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക, മറ്റൊരു അവസരത്തിൽ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് എന്താ പറയുക, എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചില സമയത്ത് നടക്കാതെ വരത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നടന്നില്ല. ഫുള്ളും എന്താ പറയുക, നമുക്ക് വിചാരിച്ച പോലെ നടത്താൻ പറ്റാത്തതിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു. കുഴപ്പമില്ല, പനി ആയതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഈ കേക്ക് താഴെ അച്ചാച്ചനും അമ്മക്കും കൊടുക്കണം. അവരൊന്നും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും വിളിച്ചിട്ടൊന്നും ഉണ്ടായില്ല. താഴെ അച്ചാച്ചനും അമ്മക്കും കേക്ക് കൊടുക്കണം, അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ താഴെ അച്ചാച്ചനും അമ്മക്കും കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മമ്മ അവിടെ പുറത്തിരിപ്പുണ്ട്, കേക്ക് അമ്മമ്മക്ക് കൊടുത്ത്. അപ്പോൾ ധൻഷി ബേബി ആണെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആനിവേഴ്സറീൻ്റെ എഴുതിയതുണ്ടല്ലോ, അത് ഞാൻ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ പൊട്ടിച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, നമുക്ക് വേറെ വാങ്ങിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കലമ്പെന്നുള്ള ഇതിലാണ് കേട്ടോ ഈ കരയുന്നത്, ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ കലമ്പുമോ എന്നുള്ള ഇതിൽ അവൻ പേടിച്ച് ഇതാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവന് നമ്മൾ ഫുഡ് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തേ. അപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചെറുതായിട്ട് പുറത്തുനിന്ന് മേടിച്ച്. ഇത് ചില്ലിയും അതുപോലെ മറ്റേത് പെപ്പർ ചില്ലിയും ആണ്. ഹസ്ബൻഡിന് ചപ്പാത്തി, രാത്രി ചപ്പാത്തിയാണ് ആൾ കഴിക്കാറുള്ളത്, അതുകൊണ്ട് ചപ്പാത്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ കഴിക്കുമെന്ന് ഫുഡ്. അപ്പോൾ ധൻഷുവിനും ചെറുതായിട്ട് തണുപ്പൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവന് കഞ്ഞിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത്, ചില്ലിയുടെ പീസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡ് തീരെ വേണ്ട, പനിച്ചിട്ട് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര ക്ഷീണമായിരുന്നു, പനി അങ്ങനെ അല്ലെങ്കിലും ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അടുത്ത് റൂമിലെത്തിയിട്ട് നമ്മളിതാ ഗിഫ്റ്റ് ഹസ്ബൻഡ് എനിക്ക് തരികയാണ് കേട്ടോ. ഇതെന്നാ സാധനം? വാച്ചാണോ? താങ്ക് യു. താങ്ക് യു ഡിയർ. നോയ്സിൻ്റെ നല്ല അടിപൊളി വാച്ചാണ്, ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. നോയ്സ് നല്ല ലീഡിങ് കമ്പനി ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് നോയ്സ്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ ചാർജർ കാണിച്ചു തരാം. USB കം ചാർജറാണ്. ചാർജർ മാഗ്നറ്റിക് ആണ് ചാർജർ. USB പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു. കിട്ടിത്തരുവാ. പിന്നെ ഇതിൻ്റെ സ്ട്രിപ്പ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാണ് ഇതാ ഈ മാഗ്നറ്റിക് പോർഷനിലാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. നമ്മൾ USB അഡാപ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. നോയ്സിൻ്റെ നല്ല ലീഡിങ് സാധനമാണിത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇത് ഓൺ ചെയ്താൽ ഓഫാണ്. നോയ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത് പെയർ ചെയ്യണം. ഫോണിലായിട്ട് പെയർ ചെയ്താൽ ആ ഫോണിൻ്റെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എടുത്താൽ പെയർ ചെയ്താൽ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ചെറിയ വാച്ച്, നമുക്ക് ചെറിയ റേഡേ വേണ്ടതെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഏകദേശം ഇതെടുത്തത്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് 1100 രൂപ, 1100. അപ്പം ഞാൻ ഇതുപോലൊരു വാച്ച് എപ്പോഴോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വട്ടങ്ങാനം. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ടാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി എന്താ കൊടുത്തതെന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ ഒന്നാമത്തത് ഈ കേക്കാണ് കേട്ടോ. ഞാൻ സർപ്രൈസായിട്ട് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഓർഡർ ചെയ്തത്. പൊതുവേ ഞാനല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേക്ക് മേടിക്കാറുള്ളത്. പിന്നെ ഈ ഒരു ഷർട്ടാണ്, ഇത് ഞാൻ നമ്മളൊരു കല്യാണത്തിന് വേണ്ടി മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ വകയുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇനി ആർക്കെങ്കിലും ഇതുപോലുള്ള കേക്ക്സൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇതിൽ നിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. അവരുടെ നമ്പറൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബായ്.